ഗൈസ്, എന്റെ പേര് അപ്പു. ഇതെന്റെ യൂട്യൂബിലെ ഫസ്റ്റ് ഒരു ലോങ് വീഡിയോ ആണ്. ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റീൽ എടുക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊക്കെ പറയാം. യൂട്യൂബിൽ ഒരു അന്തവും എന്തോ പറയാൻ പാടില്ലാണ്ടാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നേ. എന്നാ നമുക്ക് ആദ്യം പോയിട്ട് ഒരു ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ബൈ. അങ്ങനെ ഞാൻ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് പണ്ട് ഞാൻ അറഞ്ചം പുറഞ്ചായിരുന്നു ഫേസ് ഞാൻ തുടച്ചുകൊണ്ടിരുന്നത്. പനി കിട്ടിയപ്പോ പഠിച്ചു ഗൈസ്. ഫസ്റ്റ് ഒരു ലിപ് ബാം, അത് നിർബന്ധ. എപ്പോഴും ഓരോ ലിപ്സ്റ്റിക് ഇട്ട് എന്റെ ചുണ്ടിന്റെ പക്കത്തെ പോർഷൻ പീലായി പോവും. മേക്കപ്പ് ചെയ്യുമ്പോൾ മുടി ഭയങ്കര ശല്യമായതുകൊണ്ട് മുടി ഒതുക്കി കെട്ടി വെച്ചിട്ടാണ് മേക്കപ്പ് ചെയ്യാൻ. പിന്നെ എന്റെ സൗണ്ട് ഒക്കെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സ്വന്തം സൗണ്ടിനകത്ത് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ സൗണ്ട്. ഇത് പിന്നെ ട്രെൻഡിങ് ആണല്ലോ. ഞാനൊരു ചെറിയ ക്ലിപ്പ് എടുത്തിട്ടാണ്, ആർക്കും കാണാൻ പോലും പറ്റുന്നില്ലല്ലോ. എന്നാലും കുഴപ്പമില്ല, സെറ്റായി. ഇനിയാണ് സ്കിന്നിന്റെ മെയിൻ ഘടകം, മോയ്സ്ചറൈസർ. ഞാൻ പൊതുവേ വേറൊരു സ്കിൻ കെയർ ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ്. പിന്നെ മോയ്സ്ചറൈസർ മാത്രം എപ്പോഴും ചെയ്യും, കാരണം എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. സോ മോയ്സ്ചറൈസർ ഇല്ലെങ്കിൽ ഫേസും പീലായി പോകും എൻ്റെ. ഇനി അടുത്തത് നമുക്ക് ലിപ് ബാമും ലിപ്സ്റ്റിക്കും വെച്ചുള്ള ആയുധം ബ്ലഷ്. അങ്ങനെ ഒപ്പി നമ്മളെ ബ്ലഷ് വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ലിപ്സ്റ്റിക്കും ലിപ് ബാമും വെച്ചാണ് ബ്ലഷിന് പകരം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഒപ്പി തുടച്ച് ബ്രേക്കർ ഞാൻ പൊളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഇനി ആർക്കും കാണാതെ ഒളിച്ചിരിക്കുന്ന ഐബ്രോയെ നമുക്ക് പുറത്തു കൊണ്ടുവരാം. ആദ്യം ഒരു ലൈനൊക്കെ ഇട്ട് കൊടുക്കുക, പിന്നെ അതിന് ഷെയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ അപ്പുറത്തും അങ്ങനെ ചെയ്തങ്ങ് വയ്ക്കുക. എല്ലാവരും അഡ്ജസ്റ്റ്മെന്റ് ആണ്. എന്നാലും എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത പിരികൊക്കെ ഉണ്ട്, പക്ഷെ കളർ കുറച്ച് കുറവാന്നേ ഉള്ളൂ. ഇനി അടുത്ത ആയുധം വെച്ചിട്ട് ഒരിച്ച് എൻ്റെ കളറും എല്ലായിടത്തേക്കും അത് സ്പ്രെഡാക്കി കൊടുക്കണം. എന്നാലല്ലേ കുറച്ചുകൂടി പെർഫെക്ഷനൊക്കെ ആവുള്ളൂ. സുന്ദരിയായി. എങ്ങനെയുണ്ട്? കൊള്ളാവോ? നീ കുറച്ച് കണ്ണിന്റെ മിനുക്കുവനുകളാവാം. ഇതാണ് എൻ്റെ വർഷങ്ങളായിട്ടുള്ള താളിയോല കുറയ്ക്കാൻ വേണ്ടി എടുത്തപ്പോയി. സോറി, ഇതാണ് എൻ്റെ ബ്രഷിന്റെ സെറ്റ്. കുറെ ഉണ്ട്. നമുക്ക് ഐഷാഡോ ഇടാം. ഐഷാഡോയ്ക്ക് ആദ്യം 2 കളർ എടുത്ത് അങ്ങ് മിക്സ് ചെയ്തിട്ട് കണ്ണിലേക്ക് ഇങ്ങനെ ചുറ്റിച്ച് അങ്ങ് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ കണ്ണില്ല. ഇതിനകത്ത് കാണിക്കുന്നതൊക്കെ എന്റെ ചേച്ചിയുടെ സാധനങ്ങളാണ്. ബ്രഷല്ല, ഐഷാഡോയും അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ. സാരല്ല, അവള് തിരിച്ചു വരുമ്പോ 2 അടി, അത്രയേ ഉള്ളൂ. ഒരു സാധനം മറ്റൊരു സ്ഥലത്തിട്ട് കാണത്തുമില്ല. ഒരു മിനിറ്റ് കിട്ടി. കുറച്ച് വെള്ളം കുടിക്കാം. കളി ചൊറയുന്നുണ്ടല്ല, പീനാണെന്ന് തോന്നുന്നു. മതി. ഇനി അടുത്ത കലാപരിപാടിയാണ് കണ്ണെഴുത്ത്. അതിനെനിക്ക് തൊട്ടടുത്തൊരു കണ്ണാടി മസ്റ്റാണ്. എൻ്റെ അടുത്ത് കുറെ പേര് ഞാൻ കണ്ണെഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ഒരു 100ഓളം ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഞാൻ എങ്ങനെയാ കണ്ണെഴുതുന്നേന്ന്. ഇതാ ഞാൻ ഇങ്ങനെയാണ് കണ്ണെഴുതുന്നത്. ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിലോട്ട് നോക്കുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. അവസാനം എനിക്ക് മനസ്സിലായി ആർക്കും ഒന്നും കാണുന്നില്ലെന്ന്. എന്നാലും ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ക്യാമറയൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെയാണ് കണ്ണെഴുതുന്നത്. ആദ്യം ഒരു വാലിട്ട് കൊടുത്ത് പിന്നെയാണ് മേൽഭാഗമൊക്കെ വരച്ചു കൊടുക്കുന്നത്. പിന്നെയാണ് അതിന്റെ അറ്റവും മുറ്റമൊക്കെ ഒന്ന് ശരിയാക്കി ഒരു ലൈനൊക്കെ ഇട്ട് കറക്റ്റാക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെ അപ്പുറത്താണ് ഏതെങ്കിലും ഒരു കണ്ണിനെ ചെറിയൊരു എങ്ങൂടിപ്പുണ്ടാവും. എന്നാലും കുഴപ്പമില്ല. ഇതും ഞാൻ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചായിരുന്നു വച്ചത്, പക്ഷേ ഇതും കാണുന്നില്ല അല്ലേ. സാരില്ല, ഉള്ള അഡ്ജസ്റ്റ്മെന്റെല്ലാം ഞാൻ കണ്ടുവരുന്ന വീഡിയോ വേണമെങ്കിൽ ഇടാം. അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മതി. എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ ദിഗംബരനായോ? തിരനുദയം ചുരുൾമുടിയിൽ സാങ്കട സൗന്ദര്യം. കണ്ണൊക്കെ നിറഞ്ഞു ഗൈസ്. ഇനി നമുക്ക് കണ്ണിന്റെ ഓലമടലങ്ങ് വിരിച്ച് വെച്ച് കൊടുക്കാം. ഇച്ചിരി കളറും ആയിക്കോട്ടെ. നല്ലോണം അങ്ങ് തള്ളി പിടിച്ച് നല്ലോണം അങ്ങ് ഷെയ്ഡ് അങ്ങ് ചെയ്ത് കൊടുക്കുക. ഈ മസ്കാര അടിപൊളിയാണ് ഗൈസ്. പോയി ഇത് മൊത്തം തുടച്ചില്ലെങ്കിൽ അതിനുള്ള അടി എക്സ്ട്രാ എനിക്ക് ചേച്ചിയുടെ അടുത്ത് കിട്ടും. അതുകൊണ്ട് ഇത് മൊത്തം ഞാൻ തന്നെ ഇരുന്നങ്ങ് തുടയ്ക്കണം. കൈ എഴുതാൻ പോകാൻ മടിയുള്ളതുകൊണ്ട് നേരെ അത് തലയിലേക്ക് ഫുൾ അതങ്ങ് തൂത്തുവയ്ക്കുക. എന്തായാലും കഴിഞ്ഞു പോണില്ല ഗൈസ്. നല്ല ഐലൈനറൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളൊരു ടവൽ എടുത്ത് അങ്ങ് തുടയ്ക്കുക. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ മസ്കാര. ഇനി നമുക്ക് ഫേസ് കുറച്ച് മിനുമിനുത്തിനാക്കാൻ വേണ്ടി ഹൈലൈറ്ററും ഐഷാഡോയും കൂടി മിക്സ് ചെയ്ത് ഒരു ബ്ലഷ് ഹൈലൈറ്റർ ആക്കിയാണ് നമ്മൾ ഇടാൻ പോകുന്നത്.
നിന്റെ കവളെന്താ ചുവന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഏയ് ഞാനൊന്നും തേച്ചില്ല. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ. അടുത്താണ് നമ്മുടെ ലിപ് ലൈനർ. അതിന്റെ അവസ്ഥ ഉറുമ്പിച്ച് അതിന്റെ ഉടലും പണ്ടൊക്കെ പുറത്തെടുത്ത്. പണ്ട് എന്തോ പോയി. ഒരു മുടി എവിടെയോ ഒന്ന് കാണുന്നില്ല. ഇവിടെ ഓർമ്മ പോയി. ലിപ്പിൽ അങ്ങനെ നന്നായിട്ട് ഒരു ലൈൻ ഇട്ട് അങ്ങ് പടം വരച്ചങ്ങ് കൊടുക്കുക. ഇനി ഞാൻ ഇടുന്ന ഒരു ക്രയോൺ ലിസ്റ്റിക്ക. അത് നല്ലോണം അങ്ങ് തേച്ചങ്ങ് കൊടുക്കുക. ഇനി ചുണ്ട് പീലായി പോകുമ്പോ അതും അങ്ങ് നല്ലപോലെ പറിച്ചുകളെ ലിബാമിട്ട് ശരിയാക്കുക. കളവ നന്നായിട്ടുണ്ട്. എടുത്ത സാധനം നമ്മൾ അതുപോലെ തന്നെ മടക്കി തിരിച്ച് ഭദ്രമായിട്ട് കെട്ടിവെക്കുക. ഇതിനു മുന്നേ അങ്ങനെ കെട്ടിവെക്കാത്തതുകൊണ്ട് എന്റെ പല ബ്രഷും അങ്ങനെ മിസ്സായി പോയിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ വേഷം കെട്ട് അഥവാ കോസ്റ്റ്യൂം ചേഞ്ച്. ഞാനിടാൻ പോണ ഈ ഒരു വെള്ളൊരു ടോപ്പും പിന്നെ ഈ ഒരു ജീൻസും ആണ്. ഇതിന്റെ മേലില് നമ്മൾ ഷർട്ടിടും. അപ്പൊ നമുക്ക് ഇട്ടിട്ട് വേണം. ഇനി കുറച്ച് ഷോഫ്. അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ്. ഇനി നമ്മൾ ഇത്ര നേരം മാറ്റിവെച്ച് ഇനി മുടിയുടെ മിനുക്ക് പണികളിലേക്ക് നടക്കാം. മുടിയൊക്കെ അഴിച്ച് മുസ്ലിം ഉണ്ടാകും. എന്റെ മുടി ലാസ്റ്റായിട്ട് ഞാൻ തന്നെയാണ് വെട്ടിയത്. ഞാൻ തന്നെ വെട്ടുകൊണ്ട് പറയല്ല. അതങ്ങ് അടിപൊളിയായി ഗൈസ്. അധികം ആട്ടണ്ട, ഊരി പോരും. ഹായ്, അഴകാന കൂന്തൽ. കുന്തമോ? കുന്തമല്ലടി, കൂന്തൽ, തലമുടി. കാടുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായ. പക്ഷെ എനിക്കിതൊരു ഭാരമായിട്ടാ തോന്നണേ. വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ. അമ്മയ്ക്കാണെങ്കിൽ ഉപ്പൂറ്റി വരെ മുടിയുണ്ട്. ഓ, ഹെറിഡിറ്ററി. ഏയ് ആ എന്നെ ഞാൻ തേക്കില്ല. അങ്ങനെയാണ്. അപ്പൊ മുടി അയച്ചിട്ടപ്പോ എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. കേട്ടണോ? അയച്ചിടണോ? എനിക്ക് തന്നെ ഡൗട്ടായി. എന്ത് ചെയ്യാ? കെട്ടിക്ക. അങ്ങനെ ഞാൻ ആദ്യം മുടിയെല്ലാം എടുത്ത് ആദ്യം ഒരു ചെറിയൊരു ഹാഫ് പോണി ഇട്ടാ. എന്നാലാണ് കുറച്ച് ഉള്ളുള്ള പോലെ തോന്നിച്ചുള്ളൂ. ആദ്യം മുടിയെല്ലാം എടുത്ത് ഒരു ഹാഫ് പോണി അങ്ങ് കെട്ടും. ബാക്കി മുടിയെല്ലാം കൂടി വാരിക്കൂട്ടിയിട്ട് ആ ഹാഫ് പോണിയോടൊപ്പം തന്നെ വേറൊരു വലിയ ബുഷ് എടുത്തിട്ട് അതൊരു ഫുൾ പോണിയായിട്ട് കിട്ടും. അങ്ങനെ കെട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി ഉള്ളുള്ള പോലെ തോന്നും. ഫ്രണ്ടിൽ കുറച്ച് മുടിയൊക്കെ ഇടാം, കുറച്ചൊരു ഭംഗിക്ക് ആണോ. നല്ല ഉള്ളുള്ള പോലെ കിടക്കുന്നുണ്ടോ. സെറ്റ്. ഇനി നമുക്ക് എടുക്കാനുള്ള റീല് നോക്കാം. A few moments later. An eternity later. പിന്നെ കുറച്ചു നേരം ഒരു പ്രാക്ടീസ് സെഷനായി പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഷർട്ട് ഇട്ടിട്ട് വീഡിയോ എടുക്കാൻ പോവാം. അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി താഴോട്ട് പോവാ. പക്ഷെ നമുക്കൊരു പണി എന്താന്ന് വെച്ചാ ഇവനെ എണീപ്പിച്ച് അതിനകത്ത് ആഡ് ചെയ്യാൻ നോക്കണം. ഞാൻ ഇരുന്ന് കാല് പിടിച്ച് നോക്കുന്നുണ്ട്. നാശം, ഒരു സ്ഥലത്ത് കിടക്കാനും സമ്മതിക്കൂല എന്നാണ് അവൻ പറയുന്നത്. പിന്നെ ഞാൻ ക്യാമറയൊക്കെ അവിടെ പോയി സെറ്റാക്കി ഇനി അവനെ വിളിച്ചുകൊണ്ട് വരട്ടെ. ഒരു കണക്കിനാണ് കഷ്ടപ്പെട്ട് ഞാൻ അവനെ ഒന്ന് ഇരുത്തിയത്. റീലിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ശരിയായില്ലായിരുന്നു. ഇന്നലെ ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നല്ല ഓൾറെഡി ഇതിന്റെ ഒരു ട്രയൽ എടുത്തായിരുന്നു. അപ്പൊ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചാർലി ഭയങ്കരമായിട്ട് സഹകരിച്ചു. പക്ഷെ ഇന്ന് തീരെ സഹകരിച്ചില്ല. അപ്പൊ എടുത്തതൊന്നും സെറ്റായില്ല എന്ന് തോന്നുന്നു. മിക്കവാറും ഞാൻ അത് ഇടാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ ഇട്ടൊന്നും വരാം, എന്തെങ്കിലും ഇട്ടൊന്നും വരാം. ഇനി ഫുൾ ടയർഡായി. അമ്മ ഇതെല്ലാം അലക്കിയിട്ടതേ ഉള്ളൂ. ഇനി ഇത് കൊണ്ടേ വിരിച്ചിട്ട് പിന്നെ കഴുകാനിടണം. തണുത്ത വെള്ളത്തിലൊരു കൂലി. പിന്നെ ഫുഡൊന്നും ഞാൻ കഴിച്ചില്ല, കഴിക്കണം. അപ്പോ ഇനി കുളിച്ചിട്ട് വന്നിട്ട് കാണാം. അങ്ങനെ കൂലി കഴിഞ്ഞ് വന്നപ്പോ ഞാനൊരു സ്ത്രീയായി ഗൈസ്. കുളി കഴിഞ്ഞ് വന്ന പിന്നെ നമ്മൾ മോയ്സ്ചറൈസർ തേക്കുക. ഇതന്നെ മേക്കപ്പ് ഒക്കെ ചെയ്തതല്ലേ. മേക്കപ്പ് അല്ലെങ്കിലും പൊതുവെ പക്ഷെ ഞാൻ റീലെടുക്കുമ്പോ ഞാൻ ഇത്ര ഇതൊന്നും തേക്കാറില്ല. ചുമ്മാ കണ്ണെഴുതി പുരുകൊക്കെ സെറ്റ് ചെയ്ത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അങ്ങനെ എടുക്കാറുള്ളൂ. പിന്നെ ഒരു വ്ലോഗൊക്കെ എടുക്കണതല്ലേ, അത് കാരണമാണ് ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്തത്. ഇനി നമുക്ക് പുരുകൊക്കെ ഒന്ന് എഴുതി കൊടുത്ത് ഒരു കുലസ്ത്രീ ചമഞ്ഞേക്കാം.
പിന്നെ നമ്മുടെ മെയിൻ സാധനം ലിബാം. നേരത്തെ ലിപ്സ്റ്റിക് ഇട്ടതിന്റെ കുറെ തുള്ളിയൊക്കെ പോയിരുന്നു. അങ്ങനെ ലിബാമൊക്കെ ഇട്ട് സെറ്റായി ലിബാം കൊണ്ട് തലയെ തേച്ച് അമ്മ എന്നെ ഓടിക്കും. ഓക്കെ. അങ്ങനെ നമ്മൾ ഒരു കൺമഷിയും കൂടെ എഴുതിയാലാണ് നമ്മൾ ശരിക്കുള്ളൊരു കുലസ്ത്രീ ആവുള്ളൂ. അത് കാരണം നമുക്കൊരു കാജലെടുത്ത് കണ്ണിന്റെ മുള്ളിലങ്ങ് തേച്ച് പിടിപ്പിക്കാം. പല പ്രാവശ്യം ഞാൻ എൻ്റെ കണ്ണിലിട്ട് കുത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കണ്ണ് കുറച്ച് ഉണ്ടക്കണ്ണായതുകൊണ്ട് എനിക്ക് കുറച്ച് എഴുതാൻ എളുപ്പം. കണ്ണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുക, അതിൻ്റെ ഒപ്പം നമ്മൾ കാജലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ട് വേണം കണ്ണെഴുതാൻ. സ്ത്രീയുടെ ലാസ്റ്റ് ഐറ്റമാണ് പൊട്ട്. കാണൂലല്ല ചളിപ്പി. ഇത് വേറെ പാപ്പ. കിട്ടി. അവസാനം നമ്മൾ ഈ പൊട്ടും കൂടി വയ്ക്കുന്നതോടെ നമ്മുടെ കുലസ്ത്രീ പുറത്തു വന്നിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിച്ചു. അപ്പൊ ബൈ. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.